കട്ടപ്പന ഓസാലാം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയും ആനുവൽ ഡേ ആഘോഷവും സംഘടിപ്പിച്ചു. ജൂബിലി ആഘോഷം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹൈറേഞ്ചിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ കട്ടപ്പനയുടെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ച ഓസാലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി പ്രവേശനവും ആനുവൽ ഡേയുമാണ് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചത്. 5 പതിറ്റാണ്ടായി മികച്ച വിദ്യാഭ്യാസത്തിലൂടെ ഉണർവുള്ള തലമുറകളെ വളർത്തിയെടുക്കുവാൻ ഈ കലാലയത്തിനായി ആയിരക്കണക്കിന് ആളുകൾ സ്കൂളിൽ നിന്ന് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിൻ്റെ ഉന്നതലങ്ങളിലേക്ക് എത്തി. സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലിയും ആനുവൽ ഡേ ആഘോഷവും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ജൂബിലി ആഘോഷം സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെ മികച്ച നേട്ടത്തിലേക്ക് ഉയരുകയാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും വളരുവാനുണ്ട്. ആ യാത്രയിലാണ് നമ്മളിപ്പോൾ എന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ രീതി തന്നെ മാറി. അതുകൊണ്ട് അത്തരം കാലഘട്ടങ്ങളിലേക്ക് നമ്മുടെ കേരളം അടുക്കുമ്പോൾ അതിൽ വലിയ സംഭാവന കൊടുക്കാൻ കഴിയുന്ന വരുംകാല ഭാവിയിലെ ഒരു സ്ഥാപനമായി ഓസാലാം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊക്കെ ഉള്ളത് മാറി ആ തലത്തിലേക്ക് സർവകലാശാലകൾ അംഗീകരിക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടാകേണ്ടി വന്നേക്കാം ഭാവിയിൽ എന്നുള്ള കരുതലോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആനുവൽ ഡേ ആഘോഷം ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തോട് മത്സരിക്കാൻ സജ്ജമാകുന്ന യുവതലമുറയെ വാർത്തെടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ വർഷങ്ങളുടെ ഒരു ചരിത്രം അല്ല സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളത്. എന്നാൽ ഈ ഹ്രസ്വമായ കാലഘട്ടത്തിനിടയിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ടീച്ചർ ഡേവിസ്, MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ്, കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണമ്പ്ളാക്കൽ, ആക്ടർ ബോബി കുര്യൻ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നഗരസഭാ കൗൺസിലർ സോണിയ JB, PTA പ്രസിഡന്റ് സജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.